ഹായ് ഓൾ. അപ്പോൾ നമ്മള് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ 2 മാസത്തിനിടെ അല്ലെങ്കിൽ 3 മാസത്തിനിടയിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഓക്കെ, SAIL. SAIL എന്ന് പറയുന്ന ഒരു മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പൊ അതില് ഇലക്ട്രിക്കൽ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. മുന്നേ ഇത് 2016-17 കാലഘട്ടത്തിലൊക്കെ വിത്തൗട്ട് ഗേറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അവർ ത്രൂ ഗേറ്റ് ആയിരുന്നു അവർ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു, വിത്തൗട്ട് ഗേറ്റ് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴി തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യേണ്ട ഒരു തീരുമാനമായിട്ടുണ്ട്. സിവിൽ 14, കമ്പ്യൂട്ടർ 4, ഇലക്ട്രിക്കലിന് അവിടെ 44 പോസ്റ്റുകളാണ് വേക്കന്റ് ആയിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, മെറ്റലർജി. ഓക്കെ. പിന്നെ ഇതിൽ ഓരോ ടോട്ടൽ 124 പോസ്റ്റ് ആണ് ഉള്ളത്. അതിൽ 35 UR, 31 OBC, 22 SC, ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഇതിലിപ്പോ ഏജ് ലിമിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ 28 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ആസ് ഓൺ 5/12/2025, 2025 ഡിസംബർ 5 കണക്കാക്കുമ്പോൾ 28 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ്. അതായത് 5/12/1997 മുന്നേ ജനിച്ചവരെന്ത് എലിജിബിൾ അല്ല. പിന്നെ കറസ്പോണ്ടിങ് OBCക്ക് 3, SC/ST 5, PWD കാൻഡിഡേറ്റ്സിൽ 10, 15, 13 രീതിയിൽ അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അവിടെ. ഇതിലിപ്പോ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 65% മാർക്സ് വിത്ത് ബിടെക് ആണ്. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ബിടെക് ഇൻ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ഇലക്ട്രിക്കൽ ആകുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസ്. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഇത്രയും ബ്രാഞ്ചസിന് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ, അലൈഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ഒക്കെ എന്ത് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ നമ്മളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഈ ഒരു രീതിയിലുള്ള, അതായത് വെയിറ്റ് മിനിമം 45 കിലോ ഉണ്ടാവണം, ഹൈറ്റ് 185 സെന്റിമീറ്റർ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് പ്രോബബ്ലി ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ, എറണാകുളത്ത് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. ഓക്കെ. പിന്നെ അവിടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 200 മാർക്കാണ്, കൺസിസ്റ്റിംഗ് ഓഫ് 2 പാർട്സ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമൈൻ നോളജ് 40 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, 100 മാർക്സിന്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 80 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, 100 മാർക്സ്. അപ്പൊ ടോട്ടൽ 120 മിനിറ്റ്സ്, 2 അവേഴ്സ്, 200 മാർക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ 40 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഗേറ്റ് ലെവലൊന്നും ആവാൻ സാധ്യതയില്ല. സാധാരണ കുറച്ച് SSCGI ലെവൽ, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ. പിന്നെ ആ ഒരു നോൺ ടെക്നിക്കൽ ആപ്റ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ QA ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ്, ജനറൽ അവയർനെസ്, എല്ലാം 25 മാർക്ക് വെച്ചിട്ടാണ് ടോട്ടൽ 100 പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും ഉണ്ട്. പിന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് GED ഇന്റർവ്യൂവിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെയിറ്റേജ് എന്ന് പറയുന്നത് 75:10:50 എന്നുള്ള രീതിയിലാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ അവിടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ട്രെയിനിങ്ങും പ്രൊബേഷനും ഉണ്ടാവും. ഓക്കെ. 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. എമോൾമെന്റ്സ് എന്ന് പറയുന്നത് 50,000 പെർ മന്ത് ആയിരിക്കും. അതായത് നമ്മളെ ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഈവൺ സ്കെയിൽ 60,000 to 1,80,000 എന്ന് പറഞ്ഞ പേ സ്കെയിലേക്ക് നിങ്ങൾ എന്ത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അപ്രോക്സിമേറ്റ്ലി CTC എന്ന് പറഞ്ഞാൽ 16 to 17 lakhs പെർ ആനായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് sale.co.in കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽസ് കരിയറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1,050 രൂപയാണ്, ഇൻക്ലൂഡിംഗ് പ്രോസസിംഗ് ഫീ. അതേപോലെ SC/ST, PWD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ്, ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ് അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ. അപ്പോ ഇതില് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 15/11/2025 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. സോറി, കമൻസ്മെന്റ് 15/11/2025. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഡിസംബർ മാസം 5-ാം തീയതി. ഇതാണ് നമ്മളുടെ ക്രൂഷ്യൽ ഡേറ്റ് അല്ലെങ്കിൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡെഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും അവർ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഡിസംബർ മാസം 5-ാം തീയതിയാണ്. ഓക്കെ. അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.